ചേച്ചി ഹലോ. ആ ഈ തങ്കം ഗ്ലീറ്റസിന്റെ വീട് അതാണ്. എവിടുന്ന് വരുവാ? കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്. ഈ സീത ലോൺ എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ചേച്ചി ചേച്ചി ബാങ്കിൽ നിന്നാ. മറ്റേ സീത ചേച്ചി പൈസ അടച്ചില്ലല്ലോ, സീത ചേച്ചി പൈസ അടച്ചില്ലല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതെ, സീത ചേച്ചിക്ക് വേണ്ടിയിട്ട് ആൾജാമ്യം നിന്നത് ഈ ചേച്ചിയാ, തങ്കം ചേച്ചിയാ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സംസാരിച്ചാൽ മതി. നീ അവിടെ പോ, ഡാൻസ് ക്ലാസ് എടുക്കാൻ താമസിച്ചു. ചേച്ചി ഞാൻ ബാങ്കിൽ നിന്നാണേ. മറ്റേ സീത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് ലോൺ എടുത്തിട്ടില്ലേ? കഴിഞ്ഞ മാസം അടച്ചിട്ടില്ല, ഈ മാസം അടച്ചിട്ടില്ല. ഞാൻ പക്ഷെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് സാറേ. ചേച്ചി നിങ്ങൾ അടച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പരസ്പര ജാമ്യത്തിനല്ലേ ലോൺ എടുത്തത്. അപ്പൊ നിങ്ങളുടെ കൂടെ ജാമ്യം തിന്ന ആള് അടയ്ക്കാതിരുന്നിട്ട് കാര്യം എന്താ? സാറേ, സാറ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ജാമ്യം നിന്ന ആള് പൈസ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ടാണോ സാറേ വരേണ്ടത്? അവരുടെ വീട്ടിലല്ലേ സാറേ ചെല്ലേണ്ടത്? ചേച്ചി ഞാൻ അവരുടെ വീട്ടിൽ പോയി, അവിടെ ആളില്ല. അവരെ വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ എന്താ വേണ്ടത്? ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അവരുടെ വീട്ടിൽ ആളില്ല, അവരെ വിളിച്ചാൽ ഫോണിൽ കിട്ടണില്ല. എനിക്ക് ചത്ത് കളയാൻ പറ്റുമോ സാറേ? ഞാൻ സത്യസന്ധ ആയതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ പോയ പോലെ മുങ്ങിയ പോലെ എനിക്കും പോകാൻ പാടില്ല സാറേ. പക്ഷെ ലോൺ എടുക്കുമ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് സാറേ? ഞാൻ നിങ്ങളുടെ ബാങ്കിന്റെ പേരിൽ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ ചെയ്താൽ മതിയോ? പ്ലീറ്റോ മറ്റേ ലോൺ എടുത്തില്ലേ നമ്മളന്ന് പരസ്പര ജാമ്യത്തില്, അവരടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അടയ്ക്കാൻ പറയുക. എനിക്കറിയില്ല ചേട്ടാ, ഇവരെല്ലാവരുടെ പരസ്പര ജാമ്യത്തിനാണ് ലോൺ വായിക്കുന്നത്. അതങ്ങനെ എടുക്കണത്. അതിപ്പോ ഇവിടെ അടച്ചില്ല, ഇവളല്ലല്ലോ അടയ്ക്കാത്തത്. അടയ്ക്കാത്ത ആളിനെ പോയി പിടിക്കും നിങ്ങള്. ഇവരെല്ലാവരോടും ഒരുമിച്ചാണ് എടുത്തത്. അതെ, ഇപ്പൊ നീ ആർക്കാ ജാമ്യം നിന്ന്? സീത. സീത എന്ന് പറഞ്ഞാൽ അവരെ പോയി കാണും നിങ്ങൾ. അവരെ പോയി കണ്ടിട്ട് അവരുടെ അടയ്ക്കാൻ പറയും. അവിടെ പോയി ഇല്ലേ? അവര് പോയാ? അവരെ അവിടെ കാണുന്നില്ല. വിളിച്ചിട്ട് കിട്ടണില്ലേ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്തോന്ന് സംഘം ഇത്? ഇതിപ്പോ എത്ര എണ്ണം മുടങ്ങി? ചേട്ടാ, കഴിഞ്ഞ മാസം അടച്ചില്ല, ഈ മാസം പെൻഡിങ് ആണ്. എന്തടവല്ലേ ഉള്ളൂടെ? അതിന് ഇങ്ങനെ വെള്ളം വെക്കണോ? ഇനി രണ്ടടവ് അടവ് തന്നെ ചേട്ടാ. ശരി, ഇതിപ്പോ ഞങ്ങളിത് അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ. നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഇവര് പരസ്പര ജാമ്യത്തിന് എടുക്കുമ്പോ എഗ്രിമെന്റ് ഉണ്ട്. അതുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു 2-3 സംഘടനയുടെ ആളാണ് ഞാൻ. ഇതെല്ലാം ഒരുപാട് ലോണൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിപ്പോ 2 എണ്ണം മുടങ്ങിയത് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേളം വെക്കല്ലേ? ഇച്ചിരി സമയം കൊടുക്കും. ഞങ്ങളുടെ ലോൺ ഞങ്ങൾ അടച്ചു തീർത്തോളാം. ചേച്ചി, നിങ്ങളുടെ ലോൺ മാത്രമല്ല, നിങ്ങൾ പരസ്പര ജാമ്യത്തിന് എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുക്കണം. അത് അടച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പിരിവിട്ട് അടയ്ക്കണം. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അതൊരു കാര്യം, ഞാൻ ഈ ഒരു കാര്യം ചെയ്യും. നമുക്ക് ഇന്നൊരു ദിവസം ഒരു സായാഹ്നം, ഒരു വൈകുന്നേരം ഒരു സമാധാനം തരുമോ? നാളെ അതിനെന്തെങ്കിലും ക്ലിയർ ചെയ്യാം. നാളെ അത് ക്ലിയർ ചെയ്യാം. ഞാൻ പറയല്ലേ? നാളെ അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് ബാങ്കിൽ വന്ന് പൈസ അടച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അവരെ. പെണ്ണുങ്ങളെ പേടിപ്പിച്ചല്ല ചേട്ടാ. കാര്യം. അപ്പൊ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ചെയ്തേക്കാം. നിങ്ങളോട് ആര് പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുമ്പ് ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ അടയ്ക്കാന്ന്? എൻ്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. അതാണ് അവരുടെ രീതി. ഒരു പൈസ ഞാൻ ആത്മഹത്യ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടെ വിട്ടേനെ. പിന്നെ തങ്കം, ആളും തരവും കണ്ട് ലോൺ ജാമ്യം നിൽക്കണം. എനിക്ക് മനസ്സിലായി ക്ലീറ്റോ, ആളും തരവും കണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. നിങ്ങളുടെ പെങ്ങളെന്ന് പറഞ്ഞവരുണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങള് ലില്ലി, കില്ലി, പല്ലി, അവൾക്ക് വേണ്ടിയല്ലോ ജാമ്യം നിന്ന്. അവളിവിടെ കാണിച്ചത് കണ്ടായിരുന്നോ നിങ്ങള്? അവള് വന്നപ്പോഴത്തേക്കും അതാ തങ്കം ചേട്ടത്തി, ആ ചേച്ചിയാണ് ലോൺ എടുത്തത്, ആ ചേച്ചിയോട് പോയി ചോദിച്ചോളാൻ. എന്നോട് എന്നെ ഒറ്റയ്ക്ക് അയാളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അവളെന്റെ കൂടെ നിക്കണം. അവളും കൂടി ഉള്ളതല്ലേ. ഡാൻസ് ക്ലാസ്സിന് പോണെന്ന് പറഞ്ഞു. അതെ, ഒരു 10 മിനിറ്റ് വൈകിയാൽ എന്താ കുഴപ്പം? അവളെ സംബന്ധിച്ച് എനിക്ക് സംഭവിക്കുന്നതോ ഈ കുടുംബത്തിന് സംഭവിക്കുന്നൊന്നുമില്ല. അവക്ക് മാത്രം. അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ എന്നെ ഒറ്റയ്ക്കിടുവോ? ഇപ്പൊ ക്ലീറ്റും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും പറയണ്ടേ? ലില്ലിയാണോ കുറ്റക്കാരി? അതെ, ലില്ലി കുറ്റക്കാരിയാണ്. ലില്ലി മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ്. കച്ചറ മനുഷ്യരാണ് നിങ്ങൾ. മാറും കൂട്ടും. ഇതൊരു കുടുംബക്കാരെ പറഞ്ഞത് അതെന്താണ്?